നിങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഇന്ന് വന്നേക്കുന്നത് സൂപ്പർ നെറ്റ് പ്യുവർ സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത് യുണീക്ക് കളക്ഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.com സൈറ്റ് ആയിട്ട് ഞാൻ റാൻഡം പിക്ക് ചെയ്തേക്കുന്നത് എപ്പോഴും നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ കുറച്ച് സെറ്റ്സ് ആയിരിക്കും കാണിക്കുക. ബാക്കി സൈറ്റിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കട്ടോ. ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് ഗ്രീൻ ലെമൺ യെല്ലോ കോമ്പിനേഷൻ, യെല്ലോയും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ്. ഒരു 2800 ആണ് റേറ്റ്. റിയൽ മിറേഴ്സ് ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് പാനൽ പാറ്റേൺ ആണ്. ബാക്ക് പോർഷൻ ഇതുപോലെ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. നല്ല പ്യുവർ ഫോമിലുള്ള സെറ്റാണ്. ഓർഗാനിക് കളേഴ്സ് യൂസ് ചെയ്തേക്കുന്നതാണ്. അടിപൊളി ആയിട്ടാണ് കേട്ടോ. ദുപ്പട്ട വന്നേക്കുന്നത് ലെമൺ യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ, ചെറിയ മിറേഴ്സും വന്നിട്ടുണ്ട്. ബോട്ടം വന്നേക്കുന്നത് പ്യുവർ കോട്ടണിൽ ഇതുപോലെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടമാണ്. ഫസ്റ്റ് വൺ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പീനക്ക് പാറ്റേൺ ആണ്. ഗ്രീൻ വിത്ത് ഓറഞ്ച് കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഗ്രീൻ കളറിൽ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ ഗ്രേ വിത്ത് ബ്ലൂ കോമ്പിനേഷനാണ്. ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. ഇതാ ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് വൺ വരുന്നത് ബേജ് വിത്ത് ഗ്രേ കോമ്പിനേഷനാണ്. നോർമൽ നല്ല കോട്ടൺ ലൈനിങ് 2x1 കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ടോപ്പ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. ദുപ്പട്ട ഉണ്ട്, നല്ല ഭംഗിയുള്ള ദുപ്പട്ട, ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ് ദുപ്പട്ട. ബാദ്ല വർക്കും മിറേഴ്സും ചെയ്തിട്ടുണ്ട്. റിയൽ മിറേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കോട്ടൺ ആണ് ബോട്ടം. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്കും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ്. ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ ഗ്രീൻ വിത്ത് റെഡ് കോമ്പിനേഷൻ, നല്ലൊരു രാമ ഗ്രീൻ ഷെയ്ഡാണ്. ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി വരുന്നത് യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ. ഇതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര നല്ല കോമ്പിനേഷൻസ്, അടിപൊളി കോമ്പിനേഷൻസ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുമാണ്. കളറൊന്നും പോവില്ല കേട്ടോ. ഇതിങ്ങനെ ഔട്ട്ലുക്ക് വരിക. ഇനി വരുന്നത് പിങ്ക് വിത്ത് ഗ്രീൻ കോമ്പിനേഷനാണ്. പാനൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇത് നോർമലി വരാറുള്ളത് പാനൽ പാറ്റേൺ, വീനക്ക്, പിന്നെ ഒരു സ്ക്വയർ പാറ്റേൺ വരാറുണ്ട്. താഴെ ദാമൻ ഏരിയയിൽ വർക്ക് വരുന്ന പാറ്റേൺ വരുന്നുണ്ട്. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. ഈ മിറേഴ്സും ഈ ബാദ്ല വർക്കും ഒക്കെ ചെയ്തേക്കുന്നത്. നല്ല ഫാബ്രിക്കാണ്. നമ്മുടെ ഓർഗാനിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല എത്നിക്കായിട്ടുള്ളൊരു കളക്ഷൻ കൂടിയാണ്. ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ബർഗൻറ്റി വിത്ത് ബ്ലൂ കോമ്പിനേഷൻ, വീനക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ കളർ കാണാൻ. ഇതുപോലെയാണ് ദുപ്പട്ട. ഇതെല്ലാം പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്കാണ് കേട്ടോ. സൂപ്പർ നെറ്റ് തന്നെ പ്യുവർ ഫോമാണ്. അതുകൊണ്ട് തന്നെ കെയർ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഡ്രൈ വാഷ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഹാൻഡ് വാഷ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പം എൻ്റെ ഡ്രസ്സസ് ഹാൻഡ് വാഷാണ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡ്രസ്സസ്. പക്ഷേ അത് കെയർ ചെയ്തിട്ട് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക. ഡിറ്റർജൻറ്റിൽ ഒരുപാട് നേരം മുക്കി വെക്കാതിരിക്കുക. വാഷിംഗ് മെഷീനിലൊന്നും ഒരിക്കലും ഇത് ഇടരുത് കേട്ടോ. ഹാൻഡ് വാഷ് ചെയ്ത് ഷെയ്ഡിലിട്ട് ഉണക്കുക, തിരിച്ചിട്ട് ഉണക്കുക. ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അയൺ ചെയ്താലേ ആ ഒരു കറക്റ്റ് ഫോമിൽ വരത്തുള്ളൂ. പ്യുവർ ഫോമിലുള്ള ഫാബ്രിക്സ് എല്ലാം ചെറുതായിട്ട് നമുക്ക് ആ ഒരു വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഷിങ്കേജ് വരും. ഷിങ്കേജ് എന്ന് വെച്ചാൽ ഭയങ്കര ഇതല്ല, നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും. ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതുകൊണ്ട് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. നന്നായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ബോട്ടം വന്നേക്കുന്നത് എങ്ങനെയാണ്. ഇനി വരുന്നത് പിങ്കും ഗ്രേയും കൂടെയുള്ള കോമ്പിനേഷൻ. ഇത് യോക്കിലല്ല വർക്ക് വന്നിരിക്കുന്നത്. താഴെ ദാമൻ ഏരിയയിലാണ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്. ഈ കോമ്പിനേഷൻ നോക്കിക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രീനും ബ്ലൂവും കൂടെയുള്ള ഫസ്റ്റ് ടൈം ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് വരുന്നത്. നല്ല രസമുള്ള കോമ്പിനേഷൻ. 2800 റേഞ്ചാണ്. ബ്ലോക്ക് പ്രിൻറ്റഡ് ബോട്ടമാണ് വന്നിരിക്കുന്നത്. ഇനിയും കുറേ കളേഴ്സ് കാണിക്കാനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ യുണീക്ക് പീസ് ആയതുകൊണ്ട് തന്നെ കളർ കോമ്പിനേഷൻസ് ചിലപ്പോൾ സെയിം വരും, പക്ഷേ പ്രിൻറ്റുകളെല്ലാം ഡിഫറെൻറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കെ. ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. ഒരെണ്ണത്തിൽ ഒരു പീസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വേഗം സ്റ്റോക്ക് ഔട്ട് ആകുന്നത്. എപ്പോഴും എന്നോട് റീസ്റ്റോക്ക് പറയുന്ന ഐറ്റം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ വീഡിയോസ് ആഡ് ചെയ്യുന്നത്. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കിത് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് പീസസ് മാത്രം ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണിക്കുന്നത്. നമ്മുടെ സ്റ്റോറിൽ ഇതിൻ്റെ നല്ല കളക്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയൊക്കെ എടുക്കാൻ പറ്റും. ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ആലപ്പുഴയിൽ, തിരുവമ്പാടിയിലും, എറണാകുളത്ത്, തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിലുമാണ് ഷോപ്പ് വരുന്നത്. പിന്നെ അല്ലാത്തവർ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.com സൈറ്റ് ഐ ഡി. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല,
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.